മുഹമ്മദ് ഫാസിൽ സഖാഫി നൂറാനിയ സഖാഫി ഉസ്താദ് അവരുടെ മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا سيد الأبرار يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ആദരണീയരായ സയ്യിദ് അവറുകൾ, ബഹുമാനികളായ ദർഗാ കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, സമാദരണീയരായ ഇന്നത്തെ പ്രഭാഷകനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വവുമായ എളമരം ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സ്നേഹനിധികളായ ഉമ്മബങ്ങന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരി സഹോദരങ്ങളെ, സൂറത്തു തൗബയിലെ
105-ാമത് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ അമലുകൾ അനുഷ്ഠിക്കുക, നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളാകുന്നവരും നിങ്ങളുടെ അമലുകൾ കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള ധാരാളം മുഫസ്സിറുകൾ കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാം. ഇന്ന അഅമാലക്കും തുഅറദു അലാ അഖ്രിബായിക്കും വഅശാഇരിക്കും ഫീ ഖുബൂരിഹിം. നിശ്ചയം നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ഖബറിൽ ഇരുന്ന് കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി. എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഖബറിൽ നിന്ന് അവർ സന്തോഷിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ദുഷ്കർമ്മങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ബാപ്പമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കാണാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഖബറിൽ നിന്ന് അവർ സന്തോഷിക്കുന്നു. വഇൻ കാന ഗൈറ ദാലിക്. നല്ലതല്ല ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് മക്കൾ ഏർപ്പെടുന്നതെങ്കിൽ ഖാലൂ, അവർ അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അൽഹിംഹും മൻ യഅമലു ത്വാഅതക്. പടച്ചോനെ, എന്റെ മക്കൾക്ക് നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള, നിനക്ക് ത്വാഅത്തിലായി വഴിപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണം, തോന്നൽ കൊടുക്കണം എന്ന് അല്ലാഹുവിനോട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാരുൾക്കൊള്ളുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അല്ലാഹുവിനോട് അവരുടെ ഖബറിൽ നിന്ന് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരായ ആളുകളെ പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അസാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് കാണാൻ കഴിയും, അവർ നമ്മുടെ മജ്ലിസും അമലുകളും നോക്കിക്കാണുന്നു എന്നതിൽ യാതൊരുവിധ സന്ദേഹവുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി അവറുകൾ നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ഇവിടെ അവരെ സമീപിക്കുന്നതും അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നതുമെല്ലാം അവർ കാണുന്നു, അവരത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവര് നമ്മുടെ സദസ്സ് കാണുന്നുണ്ട്. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. ഖുറത്തു സാദാത്ത് അവറുകൾ നമ്മുടെ സദസ്സ് കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മൾ നല്ല ത്വാഅത്തിലായി, നമ്മൾ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവൾ ഖബറിൽ നിന്ന് അവർ വല്ലാതെ സന്തോഷിക്കുകയാണ്. ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാരെ പറ്റി പോലും പറയുന്നത്, അല്ലാഹുവിനോട് അവര് പറയുന്നു, അല്ലാഹുമ്മ അൽഹിംഹും മൻ യഅമലു ത്വാഅതക്. എന്റെ മക്കൾക്ക് നല്ലത് ചെയ്യാനുള്ള തോന്നൽ അവരുടെ ഖൽബിൽ നീ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖബറിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവിനോട് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് ഒരു സാധാരണ സദസ്സല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മദനി തങ്ങളുടെ നോട്ടം കിട്ടുന്ന സദസ്സാണ്.
ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നോട്ടമുള്ള സദസ്സാണ്, ഖുറത്തു സാദാത്തിന്റെ നോട്ടമുള്ള സദസ്സാണ്. നമ്മളിവിടെ നല്ല നിയ്യത്തോടെ സംവദിക്കുമ്പോൾ എന്തൊരു പവറാണ്, എന്തൊരു മഹത്വമാണ് നമുക്ക് ഈ സദസ്സു കൊണ്ട് നേടിയെടുക്കാനുള്ളത്. 10-20ഓളം ദിവസം നീണ്ടുനിന്ന ഇൽമിന്റെ സദസ്സ്, മജ്ലിസുകളുടെ പ്രസക്തികൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം. കൊറോണയ്ക്ക് ശേഷം പലരും പറയും ഓൺലൈൻ മജ്ലിസുകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് സാധാരണ മജ്ലിസുകൾക്കൊക്കെ ആള് കുറവാണ്, മജ്ലിസുകളുടെ പ്രസക്തി കുറവാണ് എന്ന് പലപ്പോഴും പറയും. വഅദിന്റെ മജ്ലിസുകളിൽ ആള് കുറഞ്ഞു വരികയാണ്, മജ്ലിസുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനും യൂട്യൂബിലും എല്ലാം വഅദും മജ്ലിസുകളും എല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ കരുതി പോവാണ്. എന്നാൽ മജ്ലിസുകളുടെ പ്രത്യേകത ഒരിക്കലും യൂട്യൂബിലെ മജ്ലിസുകൾക്ക് കിട്ടൂല. ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സന്ദർഭം കൊണ്ട്, സമയങ്ങൾ കൊണ്ട് ഈ പുതിയ കാലത്ത്, അഥവാ ആൽഫ ജനറേഷൻ എന്നാണ് പുതിയ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ആൽഫ ജനറേഷൻ കാലം കഴിഞ്ഞു. 2010 മുതൽ 2024 വരെ ജനിച്ച കുട്ടികൾക്ക് ആൽഫ ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ നമ്മൾ ആൽഫ ജനറേഷനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ജനറേഷന്റെ ഒരുപാട് സവിശേഷതകളെ നമുക്കതിൽ കണ്ടെത്താൻ കഴിയും. പഴയ തലമുറകളെ പോലെയല്ല പുതിയ ജനറേഷനുള്ള, ടെക്നോളജിയുമായി വലിയ ബന്ധമുള്ള, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെടാത്ത, കൂടുതൽ സ്വതന്ത്രരാവണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു ജനറേഷനാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ യൂത്ത് ഏറെക്കുറെ ആൽഫ ജനറേഷനാണ്. 2025 മുതൽ ജനിക്കുന്ന കുട്ടികളെ കുറിച്ച് പുതിയ കാലം പരിചയപ്പെടുത്തുന്നത് ബീറ്റ ജനറേഷൻ എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ കാണാൻ പറ്റും. ബീറ്റ ജനറേഷൻ ഒരുപാട് സാങ്കേതികമായ പുരോഗതികളുടെ ഒരു തലമുറയാണ്. പുതിയ തലമുറകൾക്ക് അവരുടെ സ്വഭാവ സവിശേഷതകളെ തിരിച്ചറിയുകയും അവരുടെ പ്രകൃതികളെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇസ്ലാമികമായ ഒരു കുടുംബ വ്യവസ്ഥിതി, ഇസ്ലാമികമായ ഒരു കുടുംബ സംവിധാനം നമ്മുടെ വീടുകളിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും തന്നെ ശുഭകരമല്ല. കഴിഞ്ഞ 1-2 മാസത്തിനകം കൊല്ലപ്പെട്ടത് എത്ര മരണങ്ങളാണ്! 1-2 മാസത്തിനകം 100-ലേറെ കൊലപാതകങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ട്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയ ഒരു 24-കാരന്റെ വാർത്ത നമ്മൾ ഇന്ത്യ വ്യാപകമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടെ നടക്കുന്ന സ്വന്തം സഹോദരനാകുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സഹോദരനെ പോലും തലക്കടിച്ചു കൊലപ്പെടുത്തുന്നു. ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി തലക്കടിക്കുന്നു. ബോധം കെട്ടുപോഴുന്നു. അത്ഭുതകരമായി ഉമ്മ രക്ഷപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഭർത്താവ് മരണപ്പെട്ട് യതീമായ കുട്ടിയെ വളർത്താൻ വേണ്ടി ഉമ്മ ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു. മകന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് പറക്കമുറ്റ പ്രായം വരെ മകനെ വളർത്തി വളർത്തി വലുതാക്കി ജോലിക്ക് പോയി ക്യാൻസർ രോഗിയായ ഉമ്മ ഇനി ഒരു ആശ്വാസമായി കിടക്കാമെന്ന് കരുതുന്ന ഘട്ടത്തിലാണ് കൊടുവാളെടുത്തുകൊണ്ട് ഉമ്മയുടെ വിരിമാറിലേക്ക് കുത്തിയിറക്കി ദയനീയമായി കൊലപ്പെടുത്തുന്നത്. എന്തിനാ കൊലപ്പെടുത്തുന്നത് എന്ന് കൊല്ലുന്നവർക്കറിയില്ല, കൊല ചെയ്യപ്പെടുന്നവർക്കറിയുന്നില്ല. കാരണം അത്ര വ്യാപകമായി ലഹരിക്കടിമപ്പെടുന്ന ഒരു തലമുറകളാണ്. കാലഘട്ടത്തെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ പറയും പുതിയ കാലഘട്ടമാണ്, ആധുനിക കാലഘട്ടമാണ്, മോഡേൺ ഏജ് ആണ്, അല്ലെങ്കിൽ ഉത്തരാധുനിക കാലഘട്ടമാണ്. അതല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്.
പുതിയ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടത്തിനാണ് കുഴപ്പമെന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് സമൂഹഗാത്രത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിർവാഹമില്ല. ഹിജ്റ 200 കാലഘട്ടങ്ങളിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലഘട്ടത്തെ കുറ്റം പറയുകയാണ്, കാലഘട്ടത്തെ പഴി പറയുകയാണ്. പുതിയ കാലഘട്ടമാണ്, മക്കളോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ഉപദേശങ്ങൾ ഫലിക്കുന്നില്ല, കാലഘട്ടത്തെ കുറ്റം പറയുന്നു. വമാലി സമാനിനാ ഐബുൻ സിവാനാ. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയരുത്, കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ. പോയ കാലത്തെ നിയന്ത്രിച്ചവൻ അല്ലാഹുവാണ്, പുതിയ കാലത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനും അല്ലാഹുവാണ്, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സാങ്കേതികമായ പുരോഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് പുരോഗതികൾ വന്നുകൊണ്ടിരിക്കും. എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും. പഴയ കാലം പോലെയല്ല, 10-20 കൊല്ലം പോലെയുള്ള സാമൂഹികമായ പരിസരമല്ല, സാംസ്കാരികമായ പരിസരമല്ല ഇന്നത്തെ കാലത്തുള്ളത്. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്നു. മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും റോബോട്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ജോലിഭാരം താങ്ങാനാകാതെ റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് സൗത്ത് കൊറിയയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇന്ത്യ ടുഡേയിൽ റിപ്പോർട്ട് ചെയ്തു വന്നത്. ഇന്ന് മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജിയുടെ ഫലമായി പ്രവർത്തിപ്പിക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു കാലഘട്ടം. മനുഷ്യരുടെ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരുന്നു. പഴയകാലത്തൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട് മദ്യമല്ലാത്ത ഒന്നും തന്നെ നമ്മൾ കേൾക്കാറില്ല. 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ മദ്യമല്ലാത്ത ലഹരിയൊന്നും കേട്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പിന്നീട് കഞ്ചാവുകൾ വ്യാപകമായി, പിന്നീട് MDMA പോലെയുള്ള സിന്തറ്റിക് രാസലഹരികൾ വ്യാപകമായി വരാൻ തുടങ്ങി. പുതിയ കാലത്ത് ലഹരിയിലും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും ഉപയോഗത്തിനും പുതിയ വഴികളും സാങ്കേതികമായ സംവിധാനങ്ങളും പുതിയ തലമുറ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. കാലഘട്ടം മുന്നോട്ടു പോകുമ്പോൾ സാങ്കേതികമായ ടെക്നോളജിയുടെ ഉപയോഗം മുഖേന പുതിയ തലമുറകളും വഴികേടിനുള്ള അവസരങ്ങൾ വ്യാപകമായി അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. എന്നാൽ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ നിർവാഹമില്ല. വമാലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മളാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്നതാണ് ഇവിടത്തെ കുഴപ്പമുള്ളത്. പ്രോബ്ലം ഈസ് അവേഴ്സ്. നമ്മളുടെ പ്രശ്നം, വേറെ ആരുതുമല്ല. എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളും ക്രിമിനലുകളും നമ്മളുടെ ഇടയിൽ വ്യാപകമായി പെരുകുന്നത്? മനഃശാസ്ത്ര വിചക്ഷണർ പറയുന്നത് ഇഗ്നറൻസ് ഓഫ് ദി പാരന്റ്സ് അബൌട്ട് ദി ചിൽഡ്രൻ. മക്കളെ കുറിച്ച് കൃത്യമായ ധാരണ പാരന്റ്സിന് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ പാരന്റിങ്ങിൽ, തർബിയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവിടെയാണ് ഈ ബീറ്റ കാലത്ത്, ജനറേഷൻ കാലത്ത് ഇസ്ലാമികമായ കുടുംബത്തെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ ഇസ്ലാമികമാക്കേണ്ടതെന്ന് നമ്മൾ പ്രത്യേകിച്ച് വിചാരപ്പെടേണ്ട ഒരു കാലമാണ്.
ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ് നമ്മുടെ മക്കൾ. അമാനത്താണ് നമ്മുടെ മക്കൾ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. എല്ലാ മക്കളും ജനിക്കുന്ന സമയത്ത് ശുദ്ധ പ്രകൃതക്കാരായിക്കൊണ്ടാണല്ലോ ജനിക്കുന്നത്. പിന്നെ അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദനാക്കുന്നത്, നസറാനിയാക്കുന്നത്, തീയാരാധകനാക്കുന്നത്. മാതാപിതാക്കളാണ്. കാരണം മാതാപിതാക്കളുടെ പങ്ക് വളരെ നിസ്തുലമാണ്. ഒരു മകനെ ചെറിയ പ്രായം മുതൽ തന്നെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ജനിച്ചു വീഴുന്ന സമയത്ത് എത്ര ശുദ്ധ പ്രകൃതക്കാരാണ് നമ്മുടെ മക്കൾ. തെമ്മാടിയായി ഒരു കുഞ്ഞും തന്നെ ലോകത്തേക്ക് പിറന്നു വീഴുന്നില്ലല്ലോ. കള്ളുകുടിയനായി ഒരു കുട്ടിയും പിറന്നു വീഴുന്നില്ലല്ലോ. മോശപ്പെട്ടവനായി ഒരു കുട്ടിയും പിറന്നു വീഴുന്നില്ലല്ലോ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ശുദ്ധ പ്രകൃതക്കാരാണ്. ഒരു തെറ്റും ചെയ്യാത്തവരായി നമ്മുടെ മക്കളെ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചപ്പോൾ ഫഅബവാഹു യുനസ്സിറുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. മാതാപിതാക്കളാണ് അവരെ നസറാനിയാക്കുന്നത്. അവരെ എല്ലാ വഴികളിലേക്കും വഴി നടത്തുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെന്നാണ്. അപ്പൊ പുതിയ കാലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ മാതാപിതാക്കൾക്കുണ്ടാകണം. ചെറിയൊരു കാര്യമല്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിലെ 6ാമത് സൂക്തത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ആയത്തോതി കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. കാരണം എന്താണ്? ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തോതി വിശദീകരണം നൽകുന്നു. സ്വഹാബത്ത് അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി കേൾപ്പിച്ചപ്പോൾ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണെന്ന് മുത്ത് നബി ആയത്തോതിയപ്പോൾ കൂട്ടത്തിൽപ്പെട്ട വയോധികനായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, നരകത്തിലെ കല്ലുകൾ ഭൂമിയിലെ കല്ലുകൾ പോലത്തെ കല്ലുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, നരകത്തിലെ കല്ലുകൾ ഭൂമിയിലെ ഒരു പർവ്വതത്തിന്റെ വലുപ്പമാണ്. ഇത് കേട്ടപ്പോൾ വയോധികനായ സ്വഹാബി കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരണം നൽകുകയാണ്. ആ കല്ലിനെ 1000 കൊല്ലം നരകത്തിലെ തീയിലിട്ട് കത്തിച്ച് അതിന്റെ നിറമതാ ചുവപ്പായി മാറിയിട്ടുണ്ട്. വീണ്ടും 1000 കൊല്ലം ആ കല്ലിനെ കത്തിക്കുകയാണ്. പർവ്വതത്തിന്റെ വലിപ്പമുള്ള ആ കല്ലിനെ വീണ്ടും 1000 കൊല്ലം തീയിലിട്ട് കത്തിച്ച് അതിന്റെ നിറമതാ വെള്ള നിറമായി മാറിയിരിക്കുന്നു. വീണ്ടും 1000 കൊല്ലം കത്തിച്ചിട്ട് അതിന്റെ നിറം കറുപ്പ് നിറമായി മാറിയിട്ടുണ്ട്.
ആ കല്ലിന്റെ ഇടയിലേക്ക് മനുഷ്യരെ എടുത്തെറിയപ്പെടുന്ന നരകത്തെ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി കേൾപ്പിച്ചപ്പോ സ്വഹാബി പൊട്ടിക്കരയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, മൻ ഹാദൽ ബാക്കി യാ റസൂലല്ലാഹ്, തങ്ങളെ ആ കരയുന്ന സ്വഹാബി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജുലും മിനൽ ഹബ്ശ, കറുത്ത വംശജരായ നീഗ്രോ വംശജനായ സ്വഹാബിയാണ്. അതാ സ്വഹാബി കരഞ്ഞു 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 ബോധം കെട്ടുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, ധാരാളം ഇമ്മത്ത് ഉദ്ധരിക്കുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി കണ്ണീരൊലിപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ ആ കണ്ണുകൾക്ക് കണ്ണീരൊലിപ്പിക്കേണ്ടി വരില്ല. പറയട്ടെ, സ്വഹാബിക്ക് ബോധക്ഷയം സംഭവിച്ച് മരണം വരിക്കാനുള്ള കാരണമെന്താണ്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന തീരുമാനമാണ്. നിങ്ങളെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ആ സ്വഹാബിക്ക് താങ്ങാനാകാതെ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ല നിലക്ക് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. എന്നാൽ നോക്കൂ നിങ്ങൾ, ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ മക്കളെ കുറിച്ചുള്ള ജാഗ്രത കുറവ് ഇന്നത്തെ ജനറേഷന് വലിയ രൂപത്തിലുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ആത്മവിചാരണ നടത്തി നോക്കൂ. 10-20 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഈ മജ്ലിസിൽ എത്രത്തോളം നമ്മുടെയൊക്കെ മക്കളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. കേരളത്തിൽ അറിയപ്പെട്ട, കേരളത്തിലും കർണാടകയിലും അറിയപ്പെട്ട എല്ലാ ആലിമീങ്ങളും ഈ സദസ്സിൽ വന്നുകൊണ്ട് വഅദ് പറയുകയും ഇൽമു പറയുകയും ഒരുപാട് സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും സാന്നിധ്യം കിട്ടുകയും അവരുടെയൊക്കെ ദുആഇന്റെ ഫലം സുബ്ഹാനല്ലാഹ് ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അത് സാധാരണ ഒരു ദുആ അല്ലല്ലോ. ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മദനി തങ്ങളുടെ നോട്ടം ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന മജ്ലിസാണ്. അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇൽമു പറയുമ്പോൾ അവരുടെ നോട്ടം കിട്ടിയാൽ, അവരുടെ ആ മജ്ലിസിൽ നമ്മളൊന്ന് ഹാദിറായാൽ, അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവാ. അവരുടെ സാന്നിധ്യത്തിൽ ചെന്ന് നിന്നാൽ, മക്കളെയും കൂട്ടിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ ചെന്ന് നിന്നിട്ട് സയ്യിദ് ഷരീഫ് മദനി തങ്ങളോട് ഇതെന്റെ മകനാണ്, അവരെ തർബിയത്ത് ശുദ്ധമായ തർബിയത്തിന് വിധേയപ്പെടുത്തണം എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ, അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവാ. അവരുടെ നോട്ടം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ നിലനെ കിട്ടാൻ അത് കാരണമാണ്.
ആണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, പുതിയ കാലത്ത് നമ്മുടെ മക്കളെ പരിപാലിക്കാൻ നല്ല ജാഗ്രതയുള്ളവരാകണം നമ്മൾ. ദീനിയായ വഴികളിലേക്ക് അവരെ നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരണം. നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൂടെ നടത്തിക്കൊണ്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ഇൽമിന്റെ മജ്ലിസുകൾക്ക്, സ്വലാത്തിന്റെ മജ്ലിസുകൾക്ക്, ദുആഇന്റെ മജ്ലിസുകളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റിയവരായി മാറുക. അപ്പൊ ഈ മോഡേൺ കാലത്ത് മക്കൾ എന്തുകൊണ്ട് വഴിപിഴയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എത്രത്തോളം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മോട് എപ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ദുആ വചനമുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യണം. എന്താ പറയുന്നത്? മുഅ്മിനീങ്ങളായ ആളുകൾ അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾക്ക് നല്ല കൺകുളിർമയാക്കണം. അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം വേണം. മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ദുനിയാവിലെ മാത്രം നമ്മുടെ വരുമാനമല്ല. നാളെ നമ്മൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ എല്ലാം മുറിഞ്ഞു പോയാലും വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഖബറിൽ കിട്ടുന്ന ഒരു അമല് നമ്മളെ മക്കളെ ദുആ ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഗൗരവപ്പെട്ട വിചാരമുണ്ട്. എന്താണത്? അൽ മയ്യിതു ഫിൽ ഖബരി കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഒരു മയ്യത്ത് ഖബറിൽ കിടക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ മുങ്ങിപ്പൊന്തി സഹായം അഭ്യർത്ഥിക്കുന്ന ആളെ പോലെയാണ്. എന്താണ് അവന്റെ പ്രത്യേകത? വല്ല പിടിവള്ളിയും കിട്ടുമോ എന്നിങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്ന ആൾ എന്തെങ്കിലും പിടിവള്ളി കിട്ടുമോ എന്നിങ്ങനെ കാത്തിരിക്കുന്നവനാണല്ലോ. അതുപോലെയാണ് മയ്യത്ത് ഖബറിലെന്നാണ്. അഥവാ ഖബറിൽ കിടക്കുന്ന ഓരോ മയ്യത്തുകളും, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അന്തി ഉറങ്ങുന്ന എത്രയോ മയ്യത്തുകളുണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള ആളുകളുടെ ഖബറുകളുണ്ടല്ലോ. ഓരോ ഖബറുകളിലും പ്രതീക്ഷയുടെ തിരുനാളവുമായി മക്കളുടെ വല്ല അമലുകളും കിട്ടുമോ എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ഖബറാളികളാണ്. ഈ സദസ്സിന്റെ ചുറ്റുവട്ടത്തുമുള്ള ഖബറാളികളുടെ അവസ്ഥകൾ അതാണ്. വല്ലതും കിട്ടുമോ, വല്ല പിടിവള്ളിയും കിട്ടുമോ എന്ന് നമ്മുടെ ഉമ്മ ഉപ്പമാര് ഖബറിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രതീക്ഷയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖബറിൽ വല്ലാത്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഖബറിലതാ പെട്ടെന്നൊരാശ്വാസത്തിന്റെ തെളിനീർ ലഭിക്കുന്നു. അവരുടെ ദറജ അങ്ങ് ഉയരുന്നു. ഖബറാളികൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് എന്റെ അവസ്ഥയിൽ മാറ്റം വന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക. നിന്റെ മക്കൾ നിനക്ക് ഇസ്തിഗ്ഫാർ നടത്തിയതുകൊണ്ടാണ്. നിന്റെ മകൻ ഇപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, ഇസ്തഗ്ഫിർ ലി അബി എന്നെന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് മക്കൾ ദുആ ചെയ്തപ്പോൾ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞപ്പോൾ, ഇതാ നിന്റെ ഖബറിലെ അവസ്ഥയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്.
മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അഥവാ എല്ലാ കാലത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് നമ്മുടെ മക്കൾ. എല്ലാ കാലത്തേക്കും നമുക്കുള്ള നിക്ഷേപം, എല്ലാ കാലങ്ങളിലും. സുബ്ഹാനല്ലാഹ്, ചിലരെന്തെയും ദുനിയാവിലെ നിക്ഷേപമായി മാത്രം മക്കളെ പരിഗണിക്കുന്നവരുണ്ട്. ദുനിയാവിലെ നിക്ഷേപമായി അവരെങ്ങനെയാ മക്കളെ കാണുന്നത്? എന്റെ മകനെ പരിപാലിക്കാൻ, എന്റെ മകന്റെ അക്കാദമികമായ മികവ് അല്ലെങ്കിൽ അവന്റെ ഭാവി, അവനെ നല്ലൊരു പ്രൊഫഷണൽ ആക്കണം, അവനെ നല്ലൊരു ഡോക്ടറാക്കണം, എന്നാൽ എന്റെ ഭാവിയും സേഫ് ആകുമല്ലോ. ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്നെ തീറ്റിപ്പോറ്റാൻ മകന് നല്ലൊരു ജോലി വേണമല്ലോ, നല്ലൊരു പ്രൊഫഷനിൽ മകനെ എത്തിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇവരെന്തെയും നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുക്കും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്ഥലത്ത് വഅലിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ട്രെയിനിൽ വെച്ചുകൊണ്ട് യാദൃച്ഛികമായ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തൊരു കോളേജിൽ അഡ്മിഷന് വേണ്ടി വരികയാണ്. അപ്പൊ എന്തിനാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നു AI ആണ്, AI കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സാണ്. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? കുടുംബങ്ങൾ കൂടെയുണ്ടോ? അവര് പറഞ്ഞു ഇല്ല, അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കണം, കുട്ടിയുടെ ഉപ്പയുണ്ട് കൂടെ. എന്തിനാണ് കോഴ്സ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല സ്കോപ്പുള്ള കോഴ്സാണല്ലോ പുതിയ കാലത്ത്. ഞാൻ പറഞ്ഞു അത് എനിക്കറിയാം, നിങ്ങൾ ഈ കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്താണ്, നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ഒരു കോഴ്സ് പഠിക്കണം, അത് ആധുനികമായ ഒരു കോഴ്സ് പഠിക്കണം. SSLC റിസൾട്ട് വന്നു, ഇനി +2 റിസൾട്ട് വരാനിരിക്കുകയാണ്. അങ്ങനെ റിസൾട്ടുകളെല്ലാം വരുമ്പോൾ മക്കളുടെ കരിയറിലേക്ക് ആലോചിക്കുന്ന സമയമാണ്. പലരും മക്കളെ എഞ്ചിനീയറാക്കാൻ, ഡോക്ടർമാരാക്കാൻ, വലിയ പ്രൊഫഷണലുകളാക്കാൻ വലിയ നിക്ഷേപങ്ങൾ മുതൽ മുടക്കിയിട്ട് ഏതെങ്കിലും രാജ്യത്തിന്റെ പല രൂപത്തിലുള്ള ക്യാമ്പസുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് മക്കളെ പറഞ്ഞയക്കുന്നത്? ദുനിയാവിൽ വലിയ ഉദ്യോഗം നേടാനാണ്. എന്നാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ പരിസരങ്ങൾ എങ്ങനെയാണെന്ന് മാതാപിതാക്കൾ ജാഗ്രതരാകുന്നില്ല. ലഹരിക്കടിമപ്പെടുന്ന പെൺകുട്ടികളുള്ള കാലമല്ലേ? MDMAക്ക് വിധേയപ്പെടുന്ന ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമായ വാർത്തകളാണോ? സുരക്ഷിതമായ ഒരിടമൊരുക്കാതെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുന്ന കാലഘട്ടമാണോ? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ, മക്കൾക്ക് കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോഴോ അവരുടെ ക്യാമ്പസുകൾ തെരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ ദീനിനാണ്. ഇന്നാലിന്ന ക്യാമ്പസിൽ എന്റെ മകളെ ഞാൻ ഒറ്റക്ക് പറഞ്ഞയച്ചാൽ, എന്റെ മകനെ ഇന്നാലിന്ന ക്യാമ്പസിലേക്ക് ഞാൻ പഠിക്കാൻ വിട്ടാൽ അതവന് പ്രതികൂലമായി ബാധിക്കുമോ? അവന്റെ ദീൻ നഷ്ടപ്പെടാൻ അത് നിമിത്തമാകുമോ? ക്യാമ്പസുകൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കോഴ്സുകൾ തെരഞ്ഞെടുക്കുമ്പോൾ ഈ മക്കൾ എനിക്ക് നാളെ ആഖിറത്തിൽ വിനയാകരുത് എന്ന തീരുമാനമാണ് നമുക്ക് പ്രാഥമികമായ പരിഗണനയുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അമാനത്തായി നമ്മെ ഏൽപ്പിച്ച മക്കളെ അവരെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വഴികേടുകളിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, പ്രാഥമികമായ പരിഗണന അവരുടെ ദീനിന് നമ്മൾ കൊടുക്കണം. ദീനിയായ ചുറ്റുപാടുള്ള ക്യാമ്പസുകളിലേക്കാണ് നമ്മൾ പറഞ്ഞേക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, കലുഷമായ കാലഘട്ടമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഈ അപകടത്തെ മണത്തറിഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്കാണ് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെയിൽസിലെ സാൻസേ യൂണിവേഴ്സിറ്റിയിൽ കെവിൻ ബ്രൈസ് എന്ന് പറയുന്ന ഗവേഷകൻ നടത്തിയ പഠനം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. മുസ്ലിം കൺവേർട്സ് ഫ്രം ലണ്ടൻ എന്നടിച്ചു കൊടുത്താൽ എ സ്റ്റഡി ബൈ കെവിൻ ബ്രൈസ് എന്ന് റിസർച്ച് നടത്തിയാൽ സെർച്ച് ചെയ്തു നോക്കിയാൽ ഗൂഗിളിൽ ലഭ്യമാകുന്ന ഒരു റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തിനകം 1 lakh people embraced Islam from London itself. ലണ്ടനിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് കെവിൻ ബ്രൈസ് ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും മുസ്ലിമായവരുടെ കണക്കുകൾ പറയുന്നുണ്ട്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവസ്ഥ തിരിച്ചൊന്നല്ല. അതിന്റെ കാരണം പറയുന്നത് എന്താണ്? their negative impact about the British culture. അവർക്ക് ബ്രിട്ടീഷ് സംസ്കാരം ഇഷ്ടമില്ലാത്തതാണ്. ബ്രിട്ടീഷ് സംസ്കാരം യൂറോപ്യൻസ് പോലും ഇഷ്ടമില്ലാതെയായി. എന്താണത്? ഫാദർലെസ് സൊസൈറ്റിയാണ്, പിതാവില്ലാത്ത സമൂഹം. കാരണം എന്താ? ബിക്കോസ് ഓഫ് ഫ്രീ സെക്സ്. ആർക്ക് ആരെ വേണമെങ്കിലും വീഴ്ച നടത്താവുന്ന സ്വാതന്ത്ര്യം. അപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ഭർത്താവ് ചിലപ്പോ 1 or 2 കൊല്ലം ജീവിക്കും, അതിലൊരു കുട്ടിയാകും, പിന്നെ അവരിട്ടേച്ചിട്ട് വേറൊരു ബന്ധം തുടങ്ങും. അതിൽ കുട്ടിയാവുമ്പോ അവരെയും ഇട്ടേ കുറച്ചു കൊല്ലം അവരെ കൂടെ ജീവിച്ചിട്ട് വേറൊരു ഭർത്താവിനെ കണ്ടെത്തും, അവരുടെ കൂടെ ജീവിക്കും, അതും ഇട്ടേക്കും. ഡൈവേഴ്സ് എന്ന് പറയുന്നത് തീരെ പ്രാധാന്യം നൽകാത്ത, വളരെ സിമ്പിളായി കാണുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഈ ജനിക്കുന്ന കുട്ടികൾ നിരുത്തരവാദിത്വമുള്ള കുട്ടികളായി മാറി. ആരോടും കടപ്പാടില്ല, ആരോടും അവർ ആൻസറബിൾ അല്ല, ആരോടും മറുപടി പറയേണ്ടതില്ല. ഫാദർലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്ത സമൂഹത്തിന് എന്ത് നിയന്ത്രണങ്ങളാണുള്ളത്? ഈ സമീപ ദിവസം അതാ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാലിഡോക്ടോറിയൽ പദവി ലഭിച്ച എൻ്റെ ഒരു സുഹൃത്തിനോട് അമേരിക്കയിലെ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, സുബ്ഹാനല്ലാഹ്, മക്കൾ ഒരു 15 വയസ്സ് പ്രായമായാൽ മാതാപിതാക്കൾക്ക് പിന്നെ മക്കളോട് യാതൊരു കടമയുമില്ല. ഒരു ചായ വാങ്ങിക്കൊടുത്താൽ ആ ചായയുടെ പൈസ പോലും മാതാപിതാക്കൾ മക്കളിൽ നിന്ന് ഈടാക്കുന്ന ബന്ധമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റുമില്ല. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ നിതാന്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലിബറലുകളുണ്ട്. സമൂഹം അരക്ഷിതമാകണമെന്ന് താല്പര്യപ്പെടുന്ന കക്ഷികളുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ആണും പെണ്ണും വ്യത്യാസമില്ലെന്ന് പറയുന്നവരുണ്ട്. വലിയ രൂപത്തിൽ ഇതിനെ ആഘോഷമാക്കിയവരാണല്ലോ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും 10-25ഓളം എന്നല്ല 30ഓളം ലിംഗവകഭേദങ്ങൾ ഉണ്ടെന്നായിരുന്നു ഇത്രയും കാലം അമേരിക്കയിലും വാദിച്ചിരുന്നത്. എന്നാൽ ഈയിടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പ്രസ്താവിക്കുന്നത് there are only 2 genders. ഇവിടെ ആകെ 2 ലിംഗങ്ങൾ മാത്രമാണുള്ളത്, മെയിൽ ആൻഡ് ഫീമെയിൽ. എല്ലാം വിട്ടൊഴിവാക്കി. ഇനി ആകെ 2 ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ, ആണും പെണ്ണും. ആണും പെണ്ണും കെട്ട ഒരു വർഗം ഇനി അമേരിക്കയിലില്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് ആണും പെണ്ണും കെട്ട വർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എന്തൊരു വൈരുദ്ധ്യ വിരോധാഭാസങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെ ആണ് പ്രസവിച്ചു എന്നൊരു വാർത്ത കേട്ടു. ആണ് പ്രസവിക്കില്ല എന്നുള്ളത് തീർച്ചയുള്ള ഒരു കാര്യമാണ്. ആണെങ്ങനെ പ്രസവിക്കുക? അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിക്കുമ്പോൾ ഇത് നേരത്തെ പെണ്ണായിരുന്ന ആളാണ്.
അപ്പൊ അവൾക്ക് തോന്നി ഞാൻ ഒരാണാണ് എന്ന്. അപ്പൊ അവളുടെ ബ്രസ്റ്റ് ഒക്കെ മുറിച്ചു മാറ്റി അവളുടെ ഹോർമോണുകൾ, ആണിന്റെ പുരുഷന്റെ ഹോർമോണുകളെല്ലാം കുത്തിക്കയറ്റിയിട്ട് ആണിന്റെ വേഷം ധരിച്ചിട്ട് ഞാൻ ആണാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. അപ്പൊ വേറൊരുത്തന് തോന്നി ഞാൻ പെണ്ണാണ്. അപ്പൊ പെണ്ണിന്റെ ഹോർമോണൊക്കെ കുത്തിവെച്ച് ശരീരത്തിന്റെ മാംസ ഭാഗങ്ങളെല്ലാം ബലിഷ്ഠമായപ്പോൾ, അതൊക്കെ തൂങ്ങാൻ തുടങ്ങിയപ്പോൾ പെണ്ണിന്റെ വേഷം ധരിച്ചിട്ട് ഞാൻ പെണ്ണാണ് എന്ന് അവൾ കരുതുകയും അവൻ കരുതുകയും ചെയ്തപ്പോൾ നേരത്തെ പെണ്ണായിരുന്നവൻ ആണായി, നേരത്തെ ആണായിരുന്നവൻ പെണ്ണുമായി. എന്നിട്ട് ഓല് രണ്ടാളും കല്യാണം കഴിച്ചു. സ്വാഭാവികമായും നേരത്തെ പെണ്ണായിരുന്ന ആളെന്നല്ലേ പ്രസവിക്കുക. പക്ഷെ അത് നമ്മൾ പറഞ്ഞാൽ പറയും അത് പറ്റൂല, ആണ പ്രസവിച്ചത്, നമ്മൾ പരിഷ്കൃത സമൂഹമല്ല എന്ന് നമ്മളെ മുദ്ര കുത്തും. എന്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകുന്നതിന്റെ പ്രശ്നം? എന്താണ്? ആണിന്റെ ശരീരമുള്ള ആളുകൾക്ക് തോന്നുന്നു ഞാൻ പെണ്ണാണെന്ന്. എന്നാൽ അവിടെ ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? മനസ്സിനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. കാരണം തോന്നലാണല്ലോ. ശരീരമാകട്ടെ ആണിന്റെ ശരീരമാണ്. എന്നാൽ ആ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് പെണ്ണിനാണ്, മനസ്സിനാണ്. എന്നാ പുതിയ കാലം പറയണ എന്താ? ശരീരത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, ശരീരം ആണിന്റെ ശരീരം തന്നെയാണ്. മനസ്സിന് കുഴപ്പമുള്ള എന്താണ്? ശരീരം ആണാണെങ്കിലും എന്റെ മനസ്സ് പെണ്ണിന്റെതാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എവിടെയാണ്? മനസ്സിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അത് ഇവിടെ ചെയ്യൂല. മനസ്സിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞോല് കുറ്റക്കാര്. അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരനുഭവിക്കുന്ന മാനസികമായ പ്രതിസന്ധിയെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നമ്മളെപ്പറ്റി കുറ്റം പറയാം. എന്നാൽ ഈ സർജറി മുഖേന അവരനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് തോന്നിയതുപോലെ ജീവിക്കാനും അരക്ഷിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനും വേണ്ടി പുതിയ കാലം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ലിബറലുകൾ അതിനു വേണ്ടി ശക്തമായ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ആധുനിക കാലത്ത് ലിബറൽ ശക്തികൾ പണിച്ചു ചെയ്തു വെക്കുന്ന കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകാൻ പാടില്ല. ഇസ്ലാമാണ് ലിബറലുകളുടെ ഏറ്റവും വലിയ ശത്രുവായി വരുന്നത്. അവരേറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് ഇസ്ലാമിനെയാണ്. കാരണം എന്താണ്? ഇസ്ലാമാണ് മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. കുടുംബ ബന്ധത്തിന് മൂല്യം കൽപ്പിക്കുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതാണ് ഇവരുടെ പുതിയ അജണ്ടകൾ. അപ്പൊ എന്ത് ചെയ്യും? ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന എല്ലാ വഴികളും അവർ ഉപയോഗിക്കും. അപ്പൊ നമ്മളും അറിയാതെ നമ്മളും അതിലിങ്ങനെ പെടും. ഇപ്പൊ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സ്ത്രീ പുരുഷന്മാർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ്. മാത്രമല്ല അനിവാര്യമായ വിദ്യാഭ്യാസം സ്ത്രീയും പുരുഷന്മാരും പഠിക്കുകയും വേണം. എന്നാൽ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈമാൻ നഷ്ടപ്പെടാത്ത വിദ്യാഭ്യാസ വ്യവസ്ഥിതികളായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ സംസ്കരണങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന മൂല്യങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം നൽകണം. ഈമാനുള്ള കുടുംബമായി മാറണം. ബഹുമാനപ്പെട്ട എളമര ഉസ്താദ് ഇവിടെ സംസാരിച്ചല്ലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. മൂല്യങ്ങളുള്ള ഉൾക്കൊള്ളുന്ന കുടുംബമായി മാറണം. ഖനാഅത്തുള്ളവരാകണം. അഥവാ റിളാ ബിൽ യസീർ. പുതിയ കാലം ഏറെ അപകടം പിടിച്ച കാലമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വ്ളോഗേഴ്സിനെ നമുക്ക് കാണാം. എന്താണ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമൂഹികമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, സ്വാധീനമുണ്ടാക്കുന്നവരെന്നാണ്. എന്നാൽ അവരുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ എന്താണ്? അവരുടെ സംസാരങ്ങൾ എന്താണ്? അവരുടെ വ്ളോഗുകളുടെ കണ്ടന്റുകൾ എന്താണ്? അടിച്ചുപൊളിക്കണം എന്നാണ്. ഏതെങ്കിലും തിന്നുന്ന സംസ്കാരത്തെ പറ്റി പ്രചോദിപ്പിക്കാനാണ്
ഏതെങ്കിലും പുതിയ റെസ്റ്റോറന്റുകൾ തുറന്നാൽ അതിനെ വാഴ്ത്തിക്കൊണ്ടതിന് പരസ്യം ചെയ്തുകൊണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട റെസ്റ്റോറന്റ് ആണെന്ന് പരസ്യം നൽകാനാണ്. അവരെ കുറിച്ചാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അടിച്ചുപൊളിയുടെ ലോകങ്ങളെ പറ്റി പരിചയപ്പെടുത്താനാണ്. എന്നാൽ ജീവിതമെന്നാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. അടിച്ചുപൊളി മാത്രമല്ല, സുഖങ്ങൾ മാത്രമല്ല, ദുഃഖങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. എളുപ്പങ്ങൾ മാത്രമല്ല, കഷ്ടപ്പാടുകളും ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാം ബാലൻസ് ആയി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ കരുതുന്നുണ്ടോ ഈമാനുണ്ട്, ഞാൻ അല്ലാഹുവിന് വിധേയപ്പെടുന്നവനാണെന്ന് പറഞ്ഞു നിന്നാൽ അവന് പിന്നെ ദുനിയാവിൽ യാതൊരു പരീക്ഷണങ്ങളും ഉണ്ടാകില്ല എന്നാണോ അവൻ കരുതുന്നത്? എന്നാൽ മസലുൽ മുഅ്മിനി കമസലിസ് സറഅ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ കാറ്റിലാടി ഉലയുന്ന പുൽച്ചെടിയെ പോലെയാണ്. ലാ യസാലുൽ മുഅ്മിനു യുസീബുൽ ബലാ, മുഅ്മിനാകുന്ന കാലത്തോളം അവന് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ പരീക്ഷണങ്ങളാകാം, കുടുംബത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകാം, രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങളാകാം, സന്തോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. എല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എല്ലാം പരീക്ഷണങ്ങളുടെ ലോകമാണ്. അതുകൊണ്ട് സുഖങ്ങൾ മാത്രമല്ല ഒരു മുഅ്മിനായ മനുഷ്യന് ദുനിയാവിൽ ഉണ്ടാവുക. എന്നാൽ പുതിയ കാലം പഠിപ്പിക്കുന്നത് എന്താണ്? സുഖങ്ങളുടെ മാത്രം ലോകമാണ്. ലോകത്ത് സുഖം മാത്രം എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. സുഖം മാത്രമാണെങ്കിൽ ദുഃഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുമായിരുന്നില്ല. മാത്രമല്ല, സുഖം മാത്രമാണ് ലോകത്തുള്ളതെങ്കിൽ ഒരു മനുഷ്യനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല. പുതിയ സൈക്കോളജി ഒക്കെ പറയുന്നത് ഹെഗോണിക് ട്രെഡ്മിൽ എന്നാണ് അതിന്റെ പേര് പരിചയപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ ഒരു സുഖം കുറഞ്ഞ കാലം അനുഭവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവന് തോന്നും ഇനി ഈ സുഖം വേണ്ട. ഉദാഹരണത്തിന് പറയാം, ഒരാൾ ഇന്നോവ കാറാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു 5-6 കൊല്ലമായി ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നും കാർ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ അയാൾ അടുത്ത ഫോർച്യൂണർ കാർ വാങ്ങും. ഒരു ഉദാഹരണം പറയാം. എല്ലാ ദിവസവും ഒരേ ഹോട്ടലിൽ നിന്നല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിക്കുന്ന ഭക്ഷണം തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു അംശം പോലും ഭക്ഷണം കൂടുതൽ കഴിക്കാൻ നമുക്ക് കഴിയില്ല. ഹെഡോണിക് ട്രെഡ്മിൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ മനുഷ്യന് സുഖം കൊണ്ട് അനുഭൂതി വരുന്ന ഒരു സന്ദർഭം പിന്നീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാവുകയില്ല. അപ്പൊ അവന് സുഖം കിട്ടാൻ വേണ്ടി ലഹരിയെ ആശ്രയിക്കും, ബുദ്ധി മരവിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് പുതിയ കാലത്ത് ലഹരി പെരുകുന്നത്. അങ്ങനെയാണ് നമ്മുടെ മക്കൾ ലഹരിക്കടിമപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, വ്ളോഗുകളല്ല നമ്മുടെ ജീവിതം നിർണയിക്കേണ്ടത്. ഉമ്മമാര് പലപ്പോഴും റീലിലാണ്, വ്ളോഗുകളിലാണ്. അതിങ്ങനെ കണ്ടിട്ട് അവര് പറയും ഇവർക്കൊക്കെ എന്ത് സുഖമാണ്, എന്നും തന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ആണ്, എന്നും നല്ല ഫുഡ് അടിയാണ്. എന്റെ ഭർത്താവാകട്ടെ ജോലി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്ന് ഷോപ്പിങ്ങിന് പോകാനുള്ള നേരമില്ല, എന്നെ ആസ്വദിപ്പിക്കാനുള്ള സമയമില്ല. എന്നാൽ ഈ ബ്ലോഗേഴ്സിന്റെ ലൈഫ് അത് യഥാർത്ഥത്തിലുള്ള ജീവിതമായി കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ യാതൊരു നിലക്കും സമാധാനം കിട്ടൂല, ഒരു സമാധാനം കിട്ടൂല. അപ്പൊ ഒരു പുതിയ കാലത്ത് ഇസ്ലാമിക കുടുംബം എന്നുള്ള നിലക്ക് നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കി എത്രയാണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അനുകൂലമായ ഒരു ചുറ്റുപാട് നമുക്ക് കിട്ടും.
നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്നത് ഹറാമാവരുത് ആകരുത് എന്ന തീർച്ചയും ശാഠ്യവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഹറാം അകത്തേക്ക് ചെന്നാൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ഹറാം തന്നെയാണ്. നമ്മൾ ഹറാമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ മറ്റുള്ളവരോട് കിടപിടിക്കാനാണ് നമ്മുടെ ശ്രമങ്ങൾ ഉള്ളത്. അയൽവാസിയുടെ വീട് മുകളിലേക്കെടുത്തു, നമുക്കും വീട് മുകളിലേക്കെടുക്കണം. അവര് നല്ല കാറ് വാങ്ങി, നമ്മളും കാറ് വാങ്ങണം. ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് ഭാരമേറിയ ജോലികൾക്ക് നിർബന്ധിക്കപ്പെട്ട് തൃപ്തികരമല്ലാത്ത ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ സമാധാനം ജീവിതത്തിൽ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരങ്ങളിൽ നമ്മൾ നന്നായി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വസ്ത്ര സംസ്കാരം നല്ല ശുദ്ധമായ വസ്ത്രധാരണയായിരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ പുതിയ വസ്ത്രസങ്കല്പങ്ങൾ പിറവിയെടുക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമികമായ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങളാകണം. പെരുമാറ്റങ്ങൾ ഇസ്ലാമിൻ ഉൾക്കൊള്ളാവുന്ന പെരുമാറ്റമാകണം. സൗന്ദര്യ സങ്കല്പങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നവർ മേക്കപ്പിന്റെ സംസ്കാരങ്ങൾ, ലിപ്സ്റ്റിക്കിന്റെ സംസ്കാരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് പടർന്നു കൊടുക്കുമ്പോൾ ഈ പ്രദർശനപരത ഇസ്ലാം അനുവദിക്കാത്തതാണല്ലോ. എത്രയെത്ര കുട്ടികളാണ് അവരെ പ്രകടിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും ചടങ്ങുകളിലും ഇസ്ലാമികമായ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ കല്യാണത്തിന്റെ ചടങ്ങുകളിൽ ഇസ്ലാമികമായ മൂല്യങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ വീടകങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. എന്താണ് ആ പ്രവണത? നല്ല പുതുമാരി ചമഞ്ഞു വന്നുകൊണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ആകർഷണീയമായ വസ്ത്രം ധരിച്ചുകൊണ്ട് 10,000 രൂപ ചെലവിട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ തയ്യാറായി വെച്ചിരിക്കുന്ന സ്റ്റേജിൽ കയറി വന്നിട്ട് മണവാളനും മണവാട്ടിയും എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു നിന്നുകൊടുത്ത് അവരോടൊന്നിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇത് ഇസ്ലാമിന് നിരക്കാത്ത സംസ്കാരമല്ലേ? പെണ്ണിനെ പ്രദർശിപ്പിക്കാൻ ദീൻ അനുവദിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ദീൻ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ആ സംസ്കാരത്തെ നമ്മുടെ മക്കളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഉപഭോഗ സംസ്കാരമുണ്ട്. ഒരു സാധനം വാങ്ങുന്നിടത്ത് കരുതി വേണം വാങ്ങാൻ. ഇസ്റാഫ് പാടില്ല. ഓരോ ചടങ്ങുകൾക്ക് ഓരോ വസ്ത്രമാണ്. ഇനി ഇതാ പെരുന്നാൾ വരികയാണ്. പെരുന്നാളിന് കോടിയെടുക്കുന്നു. അത് പെരുന്നാളിന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഒരു കല്യാണമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ആ വസ്ത്രം മതിയാകാതെ വരികയാണ്. അവര് പറയാണ്, ഈ വസ്ത്രം പലരും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കല്യാണത്തിന് വേറെ ഡ്രസ്സ് എടുക്കണം. അതിന്റെ പിറ്റേ ദിവസം വേറൊരു ചടങ്ങ് കുടുംബത്തിൽ വരികയാണെങ്കിൽ ആ ചടങ്ങിന് വേറെ ഡ്രസ്സ് വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്റാഫാണ്, സാമ്പത്തികമായ ദുർവ്യയമാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തതാണ്, ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. സംസ്കാരം നന്നായി നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തുടർന്ന് വരണം. മൊബൈൽ സംസ്കാരം, കുട്ടികളൊക്കെ കയ്യിൽ മൊബൈലാണെന്ന് പറയും. നമ്മൾ എല്ലാരും കയ്യിൽ മൊബൈലാണ്. കുട്ടികൾ മൊബൈൽ നിലത്ത് വെക്കുന്നില്ല. എങ്ങനെ കുട്ടികൾ മൊബൈൽ നിലത്ത് വെക്കുക? നമ്മളെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോണാണ്. നമ്മൾ കൈ വെക്കുന്നത് കണ്ടാലല്ലേ കുട്ടികൾ വെക്കുള്ളൂ. അപ്പൊ മൊബൈൽ ഉപയോഗത്തിൽ നമ്മളുടെ വീടിനുള്ളിൽ നമുക്കൊരു കൾച്ചർ ഉണ്ടാകണം. മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചുള്ള ഒരു ഫ്രീ സമയം നമുക്കുണ്ടാകണം. അപ്പോഴേ വീട്ടിലൊക്കെ കുടുംബങ്ങൾക്കിടയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയുള്ളൂ. കുടുംബങ്ങൾ പരസ്പരം ഒന്നിച്ചിരിക്കണം. എപ്പോഴും ഒന്നിച്ചിരിക്കുക. എപ്പോഴെങ്കിലും ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബാന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഒരു നേരമെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം.
അപ്പൊ നമ്മളെ മക്കളോട് പറയണം അത് രാത്രിയായാൽ ഏറ്റവും അഭികാമ്യം. അപ്പൊ മക്കളോട് നമ്മൾ പറയാ, മോനെ രാത്രി 9:30 മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, നീയും എത്തണം. അപ്പൊ മോൻ പറയും, അല്ല ഞാൻ ഇന്ന് 10:30 മണിയാകും. ഉമ്മാനോട് ഉമ്മയും ഉപ്പയും പറയണം, നീ 10:30 മണിയായാൽ ഞങ്ങൾ എല്ലാവരും 10:30 മണി വരെ വെയിറ്റ് ചെയ്യും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് മുഖാമുഖം മനസ്സ് തുറന്നുകൊണ്ടൊന്ന് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. മക്കളോട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി എന്നിട്ട് നമ്മൾ പറയാണ്, കുടുംബം മക്കളൊക്കെ ആകെ വഴിവെച്ചു പോവാണ്. ആധുനിക കാലഘട്ടമല്ലേ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരുന്നാൽ പിന്നെ കുട്ടികളെ പഴി പറഞ്ഞിട്ട് അവരെ സമൂഹഗാത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അതുപോലെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണം. കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ ഉണ്ടാകണം. നല്ല അച്ചടക്കത്തോടെ സിയാറത്തുകൾക്ക് യാത്ര പുറപ്പെടാം. ദീന് വിലക്കാത്ത അല്ലാഹു അനുവദിച്ചിട്ടുള്ള ഹലാലായ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം ഉണ്ടാകാം. ഭക്ഷ്യ സംസ്കാരം വലിയ രൂപത്തിൽ വ്യാപകമായി വരുന്നുണ്ട്. എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കാലമാണ്. എന്നാൽ എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തവർ എപ്പോഴെങ്കിലും കുടുംബത്തോടൊപ്പം വന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. കാരണം എന്താണ്? മക്കൾ കേൾക്കുന്നതും കാണുന്നതും ഈ ഫുഡ് സംസ്കാരമാണ്. എന്നാൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചുകൊണ്ട് ഹൃദയം തുറന്നുള്ള യാത്രകളും സംഭാഷണങ്ങളും, ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഭക്ഷണങ്ങളും, ഒരുമിച്ചിരുന്നുള്ള ആത്മീയമായ അന്തരീക്ഷങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്, ആ ഒരു പരിസരം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കൊടുത്താൽ മക്കള് വഴിപിഴക്കുകയില്ല. ആധുനിക കാലഘട്ടത്തിൽ നമ്മളാണ് ഉത്തരവാദികൾ. ചെറിയ പ്രായം മുതൽ തന്നെ ദീനിയായ ചുറ്റുപാടുകളിലൂടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ നന്നായി ജാഗ്രത പുലർത്തണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഈ മജ്ലിസിന്റെ വഅദിന്റെ അവസാനമാണ്. എത്രയെത്ര മഹത്തുക്കളാണ് ഈ മജ്ലിസിൽ സാന്നിധ്യമുണ്ടായത്. എത്രയെത്ര സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമുണ്ട്. എത്ര കാലങ്ങളായി മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഔലിയാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശമാണല്ലോ. ദുആഇന് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ അറിയപ്പെട്ട സ്വാലിഹീങ്ങളും സാദാത്തുക്കളും ആലിമീങ്ങളും ദാഇകളും വന്ന് സംബന്ധിച്ച മജ്ലിസാണ്. അല്ലാഹു ആ മജ്ലിസിന്റെ ഒക്കെ പ്രതിഫലം, അവരുടെ ഒക്കെ ബറക്കാത്തിന്റെ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ വലിയൊരു കറാമത്ത്, ഒരുപാട് ദിവസം സുബ്ഹാനല്ലാഹ് ഒരു നാടിന്റെ ആഘോഷമായി, ഉറൂസുകൾ എന്ന് പറയുന്നത് തന്നെ അതാണ്. ജാതി മതഭേദമന്യേ ഒരു നാടിന്റെ ആഘോഷമായി എല്ലാവരും ഏറ്റെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, അവരെയും സമീപിക്കുന്നവരിൽ എല്ലാ മതസ്ഥരുമുണ്ട്. എല്ലാ മഹത്തുക്കളെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ഓരം ചേർന്ന് നിൽക്കുന്നവർ എല്ലാവരുമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സൂഫി ത്വരീഖ് എന്ന് പറയുന്നത്. അതാണ്. മറ്റതൊക്കെ ബിദ്അത്തിന്റെ ത്വരീഖ് എന്ന് പറയുന്നത് അത് തീവ്രമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. എത്രയെത്ര ആളുകൾ ഈ മജ്ലിസിൽ സമാധാനവും ഐശ്വര്യവും അനുഭവിക്കുന്നു. നാളെ സമാപനത്തിൽ ധാരാളം സാദാത്തുക്കൾ, ആലിമീങ്ങൾ എല്ലാം പങ്കെടുക്കുന്ന മജ്ലിസാണ്. അവരുടെ ദുആ, ഈ പറയപ്പെട്ട ഇൽമുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് അവർ ദുആ ചെയ്യുന്ന മജ്ലിസിൽ സുബ്ഹാനല്ലാഹ് നമുക്കൊക്കെ സംബന്ധിക്കാനാകണം. ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മദനി തങ്ങൾ, അതുപോലെ തന്നെ ഉള്ളാളത്ത് പാപ്പ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിന്റെ നിറ വെളിച്ചങ്ങളായി ഇവിടെ പരിലസിച്ചിരുന്ന സാദാത്തുക്കൾ, ഖുറത്തു സാദാത്ത് പോലെയുള്ള ഈ നാടിന്റെ വെളിച്ചമായി പരിലസിച്ച ഒരുപാട് ആളുകൾ സുബ്ഹാനല്ലാഹ്
അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ മഹാന്റെ നോട്ടം കൊണ്ട് നമ്മളെ എല്ലാ രോഗങ്ങളും അല്ലാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ. എല്ലാ പ്രതിസന്ധികളും അല്ലാഹു നമുക്ക് തീർത്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ മിസ്ൽ സവാബ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മദനി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഈ നിമിഷം തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിന്റെ മിസ്ൽ സവാബ് താജുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളിക്കും ഈ മഖാമിനും വേണ്ടി ഖിദ്മ ചെയ്ത് ജീവിച്ചു പോയ ഒരുപാട് സാലിഹീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. ഇതുവരെ ഇവിടെ വഅദ് പറഞ്ഞ ഉസ്താദുമാര്, സാദാത്തുക്കൾ, പ്രത്യേകിച്ച് എന്റെ അഭിവന്യരായ ഗുരുവര്യർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം ഉസ്താദുമാർ ഇവിടെ വഅദ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്യുന്നവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാണ്. ലോകവ്യാപകമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദാഇകൾക്ക് ജന്മം നൽകിയ പണ്ഡിതരാണ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. പ്രത്യേകിച്ച് സമസ്തകളുടെ എല്ലാം ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങൾ, അതുപോലെ നമ്മുടെ അഭിവന്യ ഗുരുവര്യരായ സുൽത്താനുൽ ഉലമാ എപി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഉസ്താദുമാർ, റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ തണല് ദീർഘകാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ തീർക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. സിഹ്ർ, കണ്ണേർ, ഫിത്ന, ഫസാദുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളെ മാതാപിതാക്കൾ, വല്യുമ്മ, വല്യുപ്പമാർ, പ്രത്യേകിച്ച് എന്റെ വല്യുപ്പാന്റെ ആണ്ടിന്റെ മാസമാണ്. അവരുടെയൊക്കെ ദറജയിലേക്ക്, അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ഈ സദസ്സിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എന്റെ ഭാര്യ, പിതാവ് മർഹൂം ടി.സി. അബ്ദുൽ ഹക്കീം സഖാഫി ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ കുടുംബങ്ങളിൽപ്പെട്ട പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ഇതിന്റെയൊക്കെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഈ ഉറൂസിന്റെ മജ്ലിസിലേക്ക് ഇങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ വളണ്ടിയേഴ്സ് ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസമല്ലല്ലോ, ദിവസങ്ങളായി ഈ ഉറൂസിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ, ഇതിനു വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഇതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നാട്ടുകാരായ ആളുകൾ, എല്ലാവർക്കും നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. സയ്യിദ് ഷരീഫ് മദനി തങ്ങളെ നോട്ടം കൊണ്ട് ഞങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ കറാമത്ത് ഞങ്ങൾ വല്ലാതെ അനുഭവിക്കുന്നവരാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വേറെയും കുറെ മഹാന്മാരുണ്ട്. പുലിമൊയ്തീൻ സാഹിബ് ഉൾപ്പെടെയുള്ള നക്ഷബന്ദി തരീഖത്തിന്റെ മശായിഖുമാരുണ്ട്. മറ്റു പല മശായിഖുമാർ ഈ ചുറ്റുവട്ടത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അവരുടെയൊക്കെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് ശിഫയാക്കണേ റഹ്മാനെ.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ